ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമയ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2025 ഏപ്രിൽ മാസഫലം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം. സൂര്യൻ ഏപ്രിൽ 14 9-ാം ഭാവരാശിയിൽ നിന്ന് 10ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 3 12-ൽ നിന്നും ജന്മരാശിയിലേക്ക്, അതായത് ചൊവ്വയുടെ നീചരാശിയിലേക്ക് രാശി മാറുന്നു. ബുധനാണെങ്കിൽ 9-ൽ സ്ഥിതി തുടരുന്നു, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. ഏപ്രിൽ 7 മുതൽ ആ ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. ഗുരു 11-ൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 9-ൽ സഞ്ചരിക്കുന്നു. ഏപ്രിൽ 12 വരെ ആ 9 നിൽക്കുന്ന ശുക്രൻ വക്രത്തിലായിരിക്കും. 13 മുതൽ ശുക്രൻ നേർസഞ്ചാരത്തിൽ വരുന്നു. അതുപോലെ ശനി 9-ൽ സ്ഥിതി ചെയ്യുന്നു. രാഹു 9-ൽ, കേതു 3-ൽ. അപ്പോൾ 9-ലാണ് ഏകദേശം 5 ഗ്രഹങ്ങൾ 9-ൽ നിൽക്കുകയാണ്. 9-ലാണ് ഗ്രഹങ്ങളുടെ എനർജി കൂടുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുറുകാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ യോഗകാരകനായ ചൊവ്വ, ആ ചൊവ്വ ജന്മരാശിയിലേക്ക് വരുന്ന സമയമാണ്. ജന്മരാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ നീചരാശിയാണ്. ഇപ്പോൾ ജന്മരാശ്യാധിപൻ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നീചഭംഗം വരുന്നുണ്ട്. കുജന് 4-ലും 8-ലും ഒക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും മാനസികമായിട്ട് ഒരു ടെൻഷൻ, മനസ്സംഘർഷം, സമാധാനക്കുറവൊക്കെ ഉണ്ടാകാവുന്ന മാസമായിട്ട് ഏപ്രിൽ മാസത്തെ കാണണം. ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അശ്രദ്ധയോടുള്ള ഡ്രൈവിംഗ് ഒക്കെ ഒഴിവാക്കണം. അതുപോലെ എന്തെങ്കിലും പൊള്ളൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഞ്ചുറി, അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്നൊരു കെയർ വേണം. അതുപോലെ കുടുംബാംഗങ്ങളുമായിട്ട് തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ വരുന്നത് പൊതുവെ സന്തോഷക്കുറവുണ്ടാക്കും. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ രക്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ രക്തദൂഷ്യം, അതുപോലെ പൈൽസ്, പിസ്റ്റുല, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ, ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതൊന്നും വലിയ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ സൃഷ്ടിക്കുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ കർക്കിടകക്കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പം കർമ്മഭാവാധിപനും യോഗകാരകനുമായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ജന്മരാശിയിൽ വരുന്നുണ്ട്. അതുപോലെ ചൊവ്വയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നീചഭംഗം വരുന്നുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം നൽകും. ഭാഗ്യസ്ഥാനത്ത് 5 ഗ്രഹങ്ങളുടെ എനർജിയുണ്ട്. സൂര്യൻ, ബുധൻ, രാഹു, ശുക്രൻ, അതുപോലെ ശനി. ഈ 5 ഗ്രഹങ്ങൾ 9-ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ 9-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായിക്കറ്റ ഒരു ഗുരു ശുക്ര പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാനും അത് പരിഹരിക്കാനും ഒക്കെ കഴിയും. പൊതുവെ തൊഴിലിൽ ഭാഗ്യനേട്ടങ്ങളുടെ സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രമോഷനൊക്കെ വന്നത്, പ്രമോഷനൊക്കെ ഈ അഷ്ടമ ഭാവാധിപനാണ് ശനി എന്നുള്ളത് കൊണ്ട് ഈ പ്രമോഷനൊക്കെ ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ ചെറിയ തോതിലുള്ളൊരു കാലതാമസമൊക്കെ ഉണ്ടാക്കി എന്ന് വരാം, ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് വരാം. എങ്കിൽ തന്നെയും ക്രമേണ നമുക്ക് ആ തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഉദ്യോഗങ്ങളിലൊക്കെ തന്നെ, നമ്മുടെ പ്രയത്നങ്ങളിലൊക്കെ തന്നെ നമുക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗ്രഹം നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ കർമ്മഭാവാധിപൻ ജന്മരാശിയിലും വരുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള
മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മാസമായിട്ടും കൂടെ കാണുക. തൊഴിൽ അന്വേഷകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. തൊഴിൽ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറും. കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ ഇപ്പോൾ നമ്മൾ ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ്. ആദ്യത്തെ 2 വാരം കഴിയുമ്പോൾ സൂര്യൻ കർമ്മസ്ഥാനത്ത് ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. കാരണം 14-ന് സൂര്യൻ ഉച്ചരാശിയിലേക്ക് വരികയാണ് കർമ്മസ്ഥാനത്ത്. അപ്പോൾ കർമ്മസ്ഥാനത്തൊക്കെ സൂര്യൻ്റെയൊക്കെ ഉച്ചസ്ഥിതിയൊക്കെ വരുമ്പോൾ ഇപ്പോൾ തൊഴിലിലൊക്കെ നമുക്ക് ഒരു പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സാധ്യത ആ സൂര്യൻ്റെ ഉച്ചസ്ഥിതി കൊണ്ട് വരാം. ഉയർന്ന പദവി, അധികാരം, നേതൃതലത്തിലേക്കൊക്കെ എത്തുന്നതിനൊക്കെ അത് കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം എന്ന് പറയാം. ജന്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വ, അതുപോലെ ആ ചൊവ്വയാണെങ്കിൽ 7ലേക്ക് ഉച്ചരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവും ആ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷണമൊക്കെ ഊർജ്ജസ്വലമാകും. തൊഴിലവസരങ്ങളുണ്ടാകും. തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകളും അതുപോലെ തൊഴിൽ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിനൊക്കെ അത് സഹായകമാകും എന്ന് പറയാം. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ്? ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റം, അതുപോലെ ചൊവ്വ ഗുരു 7ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം. അപ്പം ഇത് നമുക്ക് ഈ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും ആ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ പരിവർത്തന യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ബിസിനസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും, ഊർജിതമാക്കും. അതുപോലെ തന്നെ ബിസിനസ്സിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്ലാനും തന്ത്രങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നതിനൊക്കെ ഉള്ളൊരു ശ്രമം ഉണ്ടാകും. ബിസിനസ് ലാഭകരമാക്കുന്നതിനുള്ള ഒരു ശ്രദ്ധയായിരിക്കും ഈ മാസത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാം. അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കരാറുകളിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ദൂരെ യാത്രകൾക്ക് വേണ്ടി വരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ 7ലെ ദൃഷ്ടിയൊക്കെ സഹായകമാണ്. പൊതുവേ നമുക്ക് വിദേശത്തൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക് വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു ഒരു സാഹചര്യമാണ്. അതിൽ ഭാഗ്യ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തെ വക്രസ്ഥിതിയൊക്കെ മാറി വരുന്ന അവസ്ഥ, അതുപോലെ ഗുരുവും ശുക്രൻ്റെയൊക്കെ പരിവർത്തന യോഗം, യോഗകാരകനായിട്ടുള്ള ചൊവ്വയുടെ ജന്മരാശിയിലെ സ്ഥിതി, ഇവയൊക്കെ പൊതുവെ നമുക്ക് പഠനത്തിൽ ഗുണം ചെയ്യും. ഇപ്പം നിയമമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുന്നവർ, അതുപോലെ ഫിലോസഫി, തത്വശാസ്ത്രങ്ങൾ എടുത്ത് പഠിക്കുന്നവർ, മാനേജ്മെൻറ്റ് വിഷയങ്ങളൊക്കെ പഠിക്കുന്നവർ, അവർക്കൊക്കെ തന്നെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉന്നത ബിരുദം ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ശുക്രനും രാഹുവുമായിട്ടുള്ള യോഗമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഇപ്പം ചിലർക്ക് ചിലപ്പോൾ ഈ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു വിലയിരുത്തൽ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടു പോകുന്നവരാണെങ്കിൽ അവർ കൂടുതൽ പഠനത്തിൽ ഫോക്കസ് ചെയ്യേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. വിദേശത്തൊക്കെ ഉന്നത പഠനം, ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ഇപ്പോൾ 9ലാണ് സഞ്ചരിക്കുന്നത്. 14 മുതൽ ആ സൂര്യൻ 10ലേക്ക് രാശി മാറുന്നു, ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പം ധനഭാവാധിപൻ ഉച്ചസ്ഥിതിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരു ആണെങ്കിൽ 11ലാണ്. ആ ഗുരു ഭാഗ്യഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഭാഗ്യഭാവാധിപനും കാരകനുമായിട്ടുള്ള ഗുരു 11ൽ സഞ്ചരിക്കുന്നുണ്ട്. അത് നേട്ടത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തുണ്ട്. ഗുരുവും ശുക്രനൊക്കെ പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. ധനാഗമമൊക്കെ കൂടും. അവസാനത്തെ 2 വാരമൊക്കെ ഗുണാനുഭവം കൂടുന്നതിനും സാധ്യതയുണ്ട്. സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഈ ധനഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണം. അതായത് പണം കടം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ സമഗ്രമായിട്ടുള്ള
ഒരു പ്ലാനും തന്ത്രമൊക്കെ ആവിഷ്കരിച്ച് വേണം അത്തരത്തിലുള്ള ആ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ നടത്താൻ ഈ കൂറുകാർ ശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം ഈ കൂറുകാർക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അതുപോലെ 7ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. യോഗകാരകനും ആയ കുജൻ്റെ ദൃഷ്ടിയും 7ലുണ്ട്. അതുപോലെ ശുക്രനും രാഹുവൊക്കെ ഉള്ള രാഹുവും ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്ത്. അപ്പം അങ്ങനെ വരുമ്പോൾ പൊതുവെ നമുക്ക് അല്പം ഭാഗ്യവും ലോകപരിജ്ഞാനമൊക്കെ ഉള്ള ജീവിത പങ്കാളിയൊക്കെ ഈ സമയത്ത് കണ്ടെത്താനൊക്കെ ആകും. പക്ഷേ ഈ ശുക്രനും രാഹുവായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. എടുത്തു ചാടി ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രണയബന്ധം ചിന്തിക്കുമ്പോൾ 5ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ജന്മരാശിയിലാണ്. അപ്പോൾ 5ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും. ശുക്രൻ ആദ്യത്തെ 2 വാരം വക്രത്തിലാണ് എങ്കിലും അതുകൊണ്ട് ആദ്യത്തെ 2 വാരം നമുക്ക് ചിലപ്പോൾ ഒരു സുഖക്കുറവൊക്കെ ആ പ്രണയബന്ധത്തിൽ അനുഭവപ്പെട്ടു എന്ന് വരാം. അത് കഴിയുമ്പോൾ സ്ഥിതിയൊക്കെ മാറാൻ സാധ്യതയുണ്ട്. മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ റിലേഷൻഷിപ്പ് മെച്ചപ്പെടാവുന്ന സമയമാണ്. ശുക്രൻ ഉച്ചസ്ഥിതനാണെങ്കിലും 12 വരെ വക്രത്തിലാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ശുക്രൻ്റെയും രാഹുവിൻ്റെയൊക്കെ ആ ഒരു സാന്നിധ്യമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് എതിർലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ ആ ചങ്ങാത്തത്തിലൊക്കെ ഒരു കെയർ വേണം. അനാവശ്യമായിട്ടുള്ള അനാവശ്യ ആരോപണങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അത്തരം ആരോപണങ്ങൾക്ക് വഴിതെളിക്കാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ശനി 2ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത്. 4ലും 6ലും ഒക്കെ ശനിയുടെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമൊക്കെ ആണ്. അപ്പോൾ പൊതുവെ നമ്മൾ ഈ കുടുംബത്തിലും അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ശ്രദ്ധിക്കണം. തെറ്റിദ്ധാരണകൾ കഴിവതൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം. അനാവശ്യ ആരോപണങ്ങൾ ഉണ്ടാകുന്നതിന് നമുക്ക് ഈ പ്രത്യേകിച്ച് ഈ ശനിയുടെയൊക്കെ ദൃഷ്ടി ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. അതുകൊണ്ട് ആദ്യത്തെ 2 വാരമൊക്കെ കഴിയുമ്പോൾ സ്ഥിതിയിലൊക്കെ മാറ്റങ്ങൾ വരും. ഇപ്പോൾ ശുക്രൻ നേർസഞ്ചാരത്തിലൊക്കെ വരുന്നുണ്ട്. അതുപോലെ സൂര്യനാണെങ്കിൽ ഉച്ചസ്ഥിതിയിലൊക്കെ വരുന്നുണ്ട്. അത് കുടുംബാന്തരീക്ഷമൊക്കെ മെച്ചപ്പെടുന്നതിന് സഹായകമാകും എന്ന് തന്നെ പറയാം. ഏപ്രിൽ 4, 5, 18, 19, 23, 24 ഈ തീയതികൾ പൊതുവെ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്ക് അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങളോ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ കഴിവതും ഈ ദിവസങ്ങൾ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പുതിയ സംരംഭങ്ങളോ എന്തെങ്കിലും പുതിയത് നമ്മൾ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് കർക്കിടക കൂറുകാരുടെയും കർക്കിടക ലഗ്നക്കാരുടെയും ഫലമാണ്. നമുക്കറിയാം കർക്കിടകക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരുള്ളൂ. അപ്പം ഞാനിവിടെ പറഞ്ഞത് കർക്കിടകക്കൂറിൻ്റെയും കർക്കിടക ലഗ്നത്തിൻ്റെയും ഫലമാണ്. അപ്പോൾ കർക്കിടക ലഗ്നമല്ല എങ്കിലോ കർക്കിടകക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് വ്യത്യസ്ത ലഗ്നരാശിയാണ് വരുന്നതെങ്കിലോ അപ്പോൾ വ്യത്യസ്ത ലഗ്നരാശി വരുന്ന കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ മാസത്തിൻ്റെ ഒരു പൊതുഫലത്തിൻ്റെ ചിത്രം, കൃത്യമായൊരു ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ വ്യത്യസ്ത ഫലം എന്തുകൊണ്ട് വരുന്നു? അപ്പോൾ ഒരേ കൂറില്ല നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ട് വ്യത്യസ്ത ഫലം വരുന്നു? ഇതെല്ലാം ലഗ്നവ്യത്യാസം വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ കൂറിൻ്റെ ഫലത്തേക്കാൾ ഏറ്റവും കൃത്യത എന്ന് പറയുന്ന ലഗ്നഫലത്തിനായതുകൊണ്ട് ലഗ്നഫലവും കൂടെ ലഗ്നഫലം കണ്ട് ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ഈ കുറുകാരെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.